ഒടുവിൽ പൂരം റിപ്പോർട്ടിന് അന്തിമ രൂപമായി. ADGP MR അജിത് കുമാർ DGPക്ക് പൂരം റിപ്പോർട്ട് സമർപ്പിച്ചു. 7 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നായിരുന്നു മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. 7 ദിവസം കഴിഞ്ഞ് 5 മാസമായിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. അവസാനം മുഖ്യമന്ത്രി അന്ത്യശാസനം നൽകി. ഈ മാസം 2024 സെപ്റ്റംബർ 24 ആ ഒരു ദിവസമുണ്ടെങ്കിൽ റിപ്പോർട്ട് എൻ്റെ മേശപ്പുറത്ത് എത്തിയിരിക്കണം എന്ന്. ഒരാഴ്ചക്കകം റിപ്പോർട്ട് തയ്യാറായി DGPക്ക് സമർപ്പിക്കുകയും ചെയ്തു. DGP റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എന്തിനാണ് റിപ്പോർട്ട് ഇത്രയും കാലം വൈകിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത്രയും ആളുകളോട് മൊഴിയെടുക്കാനുണ്ട്. 7 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാകില്ല. എല്ലാവരുടെയും മൊഴിയെടുത്തതിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നൊക്കെയാണ് പോലീസ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. എന്നാലും 5 മാസമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. 5 മാസം എത്തിയത് എന്തിന് എന്ന ചോദ്യം ഉയർന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഇതിൽ ചില സംശയങ്ങളും കൂടി ഉയർന്നു വന്നിരിക്കുന്നു. പൂരം റിപ്പോർട്ട് ഇത്ര വൈകിയത് ബോധപൂർവമാണ്, അത് വൈകിപ്പിച്ചതാണ്, അന്വേഷണം അട്ടിമറിക്കാനാണ് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. PV അൻവറാണ് ഈ പ്രശ്നം ആദ്യം ഉന്നയിച്ചത്. ADGP MR അജിത് കുമാറാണ് പൂരം കലക്കിയത്. BJPക്ക് രാഷ്ട്രീയ വിജയം നേടാനുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് പൂരം കലക്കിയത് എന്നാണ് PV അൻവറിന്റെ ആരോപണം. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രഹസ്യധാരണയുണ്ടാക്കി. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പൂരം ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പോലീസ് ബോധപൂർവം. അതിന് നേതൃത്വം കൊടുത്തത് MR അജിത് കുമാറാണ് എന്നാണ് PV അൻവറിന്റെ ആരോപണം. അദ്ദേഹം തന്നെയാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ പൂരം കലക്കിയതിന് ഉത്തരവാദിയാണ് എന്ന് ആരോപണം ഉയർന്ന ആൾ തന്നെ അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണം എവിടെ എത്തും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ജനങ്ങളെ ഉന്നയിച്ച ചോദ്യം, PV അൻവർ ഉന്നയിച്ച ചോദ്യം, ആ ചോദ്യം ആവർത്തിച്ചിരിക്കുന്നു DGP ഷെയ്ഖ് ദർവേസ് സാഹിബ്. അദ്ദേഹം ഈ റിപ്പോർട്ടിൽ അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതൃപ്തി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നാണ് വാർത്ത. ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. DGP പറഞ്ഞിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തണം എന്നാണ്. വിശദമായ അന്വേഷണം എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പാണ്. അതിനു മുമ്പ് അതൊരു രാഷ്ട്രീയ ചർച്ചയാക്കേണ്ടി വരും. കാരണം ഒരു പൊളിറ്റിക്കൽ തീരുമാനം അതിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ LDF ചർച്ച ചെയ്യേണ്ടി വരും. CPIയും കൂടി ഉൾപ്പെട്ട പ്രശ്നമാണ്. CPIയുടെ സ്ഥാനാർത്ഥിയാണ് തോറ്റത്. CPIയുടെ സ്ഥാനാർത്ഥി തോറ്റതുമായി ബന്ധപ്പെട്ട് CPI നിശിത വിമർശനം ഉയർത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗം തന്നെ എഴുതി MR അജിത് കുമാർ ഈ പൂരം കലക്കൽ പദ്ധതിയുടെ ഭാഗമായിരുന്നു, ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റണം, തൽസ്ഥാനത്ത് നിന്നും മാറ്റി അന്വേഷണം നടത്തണം എന്ന ആരോപണമാണ് ഉന്നയിച്ചത് CPI. ആദ്യം ഒരു ലേഖനമായിരുന്നു മുതിർന്ന CPI നേതാവിൻ്റെത്. പിന്നെ ഇത് ആക്ഷേപഹാസ്യമായി. ഇപ്പോഴിതാ മുഖപ്രസംഗം തന്നെ എഴുതി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു CPI. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിന് പിറകിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്, അത് പുറത്തു കൊണ്ടുവരുന്ന രൂപത്തിലുള്ള അന്വേഷണം നടക്കണം. ADGP MR അജിത് കുമാറിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല, റിപ്പോർട്ട് എന്തായാലും അതിൽ വിശ്വാസമില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് CPI മുഖപത്രമായ ജനയുഗം. അതുകൊണ്ട് റിപ്പോർട്ട് എന്തായാലും അത് സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പൊളിറ്റിക്കൽ തീരുമാനം ഉണ്ടാക്കേണ്ടത് LDF ആണ്. LDFൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളൂ. അത് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങും. അങ്ങനെയാണെങ്കിൽ ഏത് അന്വേഷണം? അവിടെയാണ് ചോദ്യം ഉയരുന്നത്. ഒരു സ്പെഷ്യൽ ടീം അന്വേഷിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമോ? ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി സ്പെഷ്യൽ ടീം അന്വേഷിക്കണമോ? ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അതല്ല, പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം വേണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണമാണെങ്കിൽ നീണ്ടുപോകാനാണ് സാധ്യത. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ, അന്വേഷണ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ അതൊരു സ്പെഷ്യൽ ടീം തന്നെ അന്വേഷിക്കുന്നതായിരിക്കില്ലേ നല്ലത്? DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിക്കാനാണ് സാധ്യത എന്നറിയുന്നു. ഇതിലുള്ള നെല്ലും പതിരും തിരഞ്ഞു കണ്ടെത്തിയേ തീരൂ എന്ന നിലപാടാണ് LDF നേതാക്കളുള്ളത്, പ്രത്യേകിച്ച് CPI നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് DGPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം അന്വേഷിക്കണം. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്. ആ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതും ഉൾപ്പെടുത്തണമോ, പ്രത്യേക അന്വേഷണം വേണമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതല്ല, ജുഡീഷ്യൽ അന്വേഷണം വേണമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ സത്യം വെളിവാകില്ല എന്നാണ്
പ്രതിപക്ഷ സംഘടനകളുടെ ആരോപണം. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന തീരുമാനത്തിൽ അവർ എത്തി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. ഏറ്റവും സുരക്ഷിതമായ മാർഗം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നതായിരിക്കും. കാരണം സർക്കാരിന് അതിൽ ഒരു ബാധ്യതയില്ല, ഇടപെടാൻ കഴിയില്ല. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ നടപടിയെടുക്കാൻ കഴിയും. പോലീസ് ടീം അന്വേഷിച്ചാൽ, സ്പെഷ്യൽ പോലീസ് ടീം അന്വേഷിച്ചാൽ ആരോപണത്തിന്റെ നിഴൽ മായുകയില്ല. കാരണം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് അന്വേഷണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം നടക്കില്ല എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. ഏറ്റവും നല്ല അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണമായിരിക്കും. ആ തീരുമാനത്തിലേക്ക് LDF എത്തുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഈ അന്വേഷണ തീരുമാനത്തിൽ CPIയുടെ തീരുമാനം നിർണായകമായിരിക്കും. അവരുടെ നിലപാട് നിർണായകമായിരിക്കും. കാരണം ഒരു പക്ഷത്ത് CPI ഉണ്ട്, പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് LDFിലെ. ആ ഘടകകക്ഷിയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും LDFന് കഴിയില്ല. അതുകൊണ്ട് തന്നെ CPIയുടെ നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക. ആ തീരുമാനം എത്രയും വേഗം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നെല്ലും പതിരും തിരിയണം, അത് കണ്ടെത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനം LDF നേതാക്കൾക്കുള്ളത്. LDF നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ എല്ലാവരും കൃത്യമായ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഏത് വേണം എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു പൊതു തീരുമാനത്തിൽ എത്തിയില്ല. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനവും കൂടി വന്നു കഴിഞ്ഞാൽ ഈ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് നീങ്ങും എന്ന കാര്യം സംശയമേ ഇല്ല. ഇതിന് പിറകിൽ കളിച്ചിട്ടുണ്ടോ ദേവസ്വങ്ങൾ, കളിച്ചിട്ടുണ്ടോ BJP കളിച്ചിട്ടുണ്ടോ, വിശ്വ ഹിന്ദു പരിഷത്ത് കളിച്ചിട്ടുണ്ടോ, MR അജിത്കുമാറിന്റെ ഇടപെടലുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. പോലീസും BJPയും തമ്മിൽ ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഇതിന്റെ പിറകിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്നുകൂടി അറിയണം. ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്ന, കേരളത്തിന്റെ അഭിമാനമായ തൃശ്ശൂർ പൂരം പോലെയുള്ള ആഘോഷങ്ങൾ കലക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ, അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് കേരളത്തിൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും എന്നതാണ്. ഉത്തരേന്ത്യയല്ല കേരളം, ഉത്തരേന്ത്യയാകാൻ കേരളത്തെ അനുവദിക്കുകയും പാടില്ല എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷം നീതിപൂർവമായ അന്വേഷണം വേണം എന്ന CPIയുടെ നിലപാട് അത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ CPIMന് കഴിയില്ല, LDFന് കഴിയില്ല. അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായ അന്വേഷണം വരും. അത് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കും എന്നാണ് CPIMന്റെയും CPIയുടെയും മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്ന വിവരം.